മറിയ ഉമ്മൻ ഇപ്പൊ ചെങ്ങന്നൂരിൽ സജി ചെറിയനെ തോൽപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ. 24 മണിക്കൂറിനകം ലിസ്റ്റ് വരുമെന്നൊക്കെ പറഞ്ഞു. 24 മണിക്കൂറൊക്കെ ആയി, പക്ഷേ ഇതുവരെ ലിസ്റ്റൊന്നും വന്നിട്ടില്ല വി ഡി സതീശൻ്റെ. പക്ഷേ അഭ്യൂഹങ്ങൾ വളരെ ഊർജിതമാണ്. മറിയ ഉമ്മൻ മത്സരിക്കുന്നു, അപ്പോൾ അച്ചു ഉമ്മനും മത്സരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് 2 പേര് പ്രതീക്ഷ അർപ്പിച്ച് കോൺഗ്രസിന് വേണ്ടി ചെങ്ങന്നൂരിൽ നിന്ന് പോരാടുക. എന്തായിരിക്കും ഫലം? മറിയ ഉമ്മൻ മത്സരിക്കും. കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി പൊതു ഇടങ്ങളിൽ വളരെ സജീവമാണ്. മത്സരിക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. അതിന് എവിടെയാണ് എന്നുള്ളതിലേ ഉള്ളൂ. ചെങ്ങന്നൂരില് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ഓർത്തഡോക്സ് സഭയ്ക്കുള്ള ഒരു സ്ഥാനം അവിടെ സജി ചെറിയാൻ തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥി, CPMന്റെ സ്ഥാനാർത്ഥി. അതെ, പ്രഖ്യാപിച്ചു. BJPയുടെ സ്ഥാനാർത്ഥിയും ഏതാണ്ട് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. സന്ദീപ് പജസ്പതിയാണ്. BJP എന്തോ പിടിച്ചെടുക്കും എന്നുള്ള മട്ടിലാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് കഴിഞ്ഞ തവണ 4 കൗൺസിലർമാരെ കിട്ടി ചെങ്ങന്നൂരിലെ. പക്ഷേ അതിനകത്ത് ഇപ്പോഴും അവിടെ 35,000 മുകളിലോ 40,000 ഓട്ടം കണ്ടോ BJP പിടിച്ചു. എന്നാലും എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് BJP വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. കാരണം നമ്മൾ ഇവിടെ സജി ചെറിയാനെ പല ഇതും പറയും, കുറ്റവും കുറവും ഒക്കെ പറയും. ഭരണഘടന കുന്തമാണ്, കൊടച്ചക്രമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹം മണ്ഡലത്തിൽ വലിയ ജനസ്വാധീനമുള്ള ഒരാളാണ്. ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ തോൽപ്പിക്കാൻ പ്രയാസമായിട്ട് ഇദ്ദേഹം കഴിഞ്ഞ തവണ 2021 വിജയിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ വിജയിച്ചു വരുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവിടുത്തെ ചെങ്ങന്നൂരിലെ ഒരു രാമചന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് ഇദ്ദേഹം MLA ആയി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ചെങ്ങന്നൂരിലെ ഒരു ലാൻഡ്മാർക്കാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്ന നിരവധി വഴികളുണ്ട് കണ്ടോ. ഈ വഴികളെല്ലാം നല്ല ടാർ ചെയ്ത് നല്ല വൃത്തിയാക്കി. നോക്കണേ, അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ വരുന്നതാണ്, ക്രൈസ്തവരാണ്. ഹൈന്ദവ വോട്ടുകളെ മുഴുവൻ ചേർത്ത് നിർത്തുന്നതിനുള്ള തന്ത്രങ്ങൾ സജി ചെറിയാൻ കൃത്യമായിട്ട് അറിയാം. ഈ തിരുവമ്മണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിനകത്ത് കുട്ടികൾക്ക് ചോറൂണമൊക്കെ നടത്താറുള്ള വളരെ പ്രസിദ്ധമായ ക്ഷേത്രമൊക്കെയാണ്. അവിടെ ഈ കൂടുതലും RSS കാരുണ്ട്. അവിടെയൊക്കെ അദ്ദേഹം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ഈ കയ്യില് ചരടൊക്കെ കെട്ടിയിരിക്കുന്നവരെ നേരെ വിളിച്ച് പേരെടുത്ത് വിളിച്ച്, നീ എന്തുവാ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ, ചേർത്ത് നിർത്തി. ഇങ്ങനെ പിന്നെ ആൾക്കാരെ ചേർത്ത് നിർത്തുന്നതിൽ സമർത്ഥനാണ് സജി ചെറിയാൻ. ഇദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ മന്ത്രിമന്ദിരം മാറാല പിടിച്ചു കിടക്കുകയാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇദ്ദേഹം ഇവിടെ ഇരിക്കത്തില്ല. തിരുവനന്തപുരത്തെ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ മണ്ഡലത്തിലേക്ക് പോകാം. ഒരിക്കൽ മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സജി ചെറിയാൻ എത്തിയിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പറഞ്ഞു അയാൾ മണ്ഡലത്തിലായിരിക്കും. മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വരാൽക്കറി കിട്ടുകയല്ല, സുലഭമല്ല. അവിടെ പോയാൽ വരാൽക്കറി, മത്തി, അങ്ങനെയുള്ള വിഭവസമൃദ്ധമായിട്ട് വേണം അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ എന്നാണ് അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ മണ്ഡലത്തിൽ നിന്ന് അറിഞ്ഞത് ഇങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു ജനസ്വാധീനം ഉണ്ട്. പിന്നെ നമുക്ക് ഈ സജി ചെറിയാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്ന് ഭരണഘടന കുന്തം കൊടച്ചക്രം എന്നുള്ളതും, പിന്നീട് ഈ പ്രളയ സമയത്ത് അദ്ദേഹം വെള്ളത്തിലിറങ്ങിയതുകൊണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചതും ഒക്കെയാണ്. ഇവിടെ ആരുമില്ലേ, ഞങ്ങളെ രക്ഷപ്പെടുത്തൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ മുഴുവൻ, അല്ലേ, അത് വലിയ പ്രശ്നമായിരുന്നു. വെള്ളപ്പൊക്കം ആയിരുന്നു. അത് പാർട്ടിക്ക് വലിയ പ്രതിരോധമൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ആ 1-2 സംഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിനും മറ്റു പല ബിസിനസ്സുകളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയായിരിക്കാം. പക്ഷേ ആ മണ്ഡലത്തിന് അദ്ദേഹം സംരക്ഷിച്ചു കൊണ്ടുവരുന്നു. ഹൈന്ദവ വിഭാഗത്തെ പോലും നന്നായിട്ട് ഇദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഇവരുടെ പിന്നെ ഒരു, അതായത് BJP രംഗത്ത് സന്ദീപ് പജസ്പതി പിന്നെ അരയും തലയും മുറുക്കി അവിടെ നിൽക്കുകയാണ്. അവിടെ പിടിച്ചെടുക്കും
BJP പിടിച്ചെടുക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് ചെങ്ങന്നൂരിനെ കാണുന്നതും. 39,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. ആ ഭൂരിപക്ഷം ഇനി ഇപ്പൊ നിൽക്കണമെന്നില്ല. കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ശബരിമല വിഷയവും ചെങ്ങന്നൂരിനെ പ്രതിഫലിപ്പിക്കും. കാരണം ശബരിമലയുമായിട്ട് വലിയ ബന്ധമുണ്ട് ചെങ്ങന്നൂർ ഭാഗവും ഒക്കെ, ഇടത്താവളം ഒക്കെയാണ്. അപ്പൊ ഇത് ഈ സമാനമായ ഒരു രീതിയുണ്ട് കേട്ടോ. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് വന്നാലും ഇതേ രീതിയാണ്. ഈ ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കടകംപള്ളി പ്രയോഗിച്ചിരിക്കുന്ന തന്ത്രം ഇതുപോലെയാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കൊക്കെ ഇടത്താവളം നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും CPM-കാർ ഇപ്പോൾ ഒരു ഹിന്ദു കാർഡ് കളിക്കുന്നുണ്ട്. ഹിന്ദു കാർഡ് കളിച്ചാണ് അവർ ജയിക്കാൻ നോക്കുന്നത്. കാരണം ഹിന്ദു കാർഡ് കളിക്കാതെ ജയിക്കാൻ പറ്റില്ലെന്നുള്ളൊരു കാര്യം ബോധ്യമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഞാൻ കേട്ടിടത്തോളം വിജയനാഥേ, ഈ മറിയ ഉമ്മൻ താല്പര്യപ്പെട്ടത് ചെങ്ങന്നൂരല്ല, കാഞ്ഞിരപ്പള്ളിയാണെന്ന് പറയുന്നു. ഞാൻ ആദ്യം കേട്ടത് പിന്നെ അച്ചൂമ്മന്റെ പേര് പറഞ്ഞിരുന്നു ഇടയ്ക്ക്. ആറന്മുളയായിരിക്കും, വീണാ ജോർജിനെ എതിരിടാൻ വേണ്ടി. ഓർത്തഡോക്സ് സഭയ്ക്ക് അവിടെയും വലിയ സ്വാധീനമുള്ള ഇടമാണ്. പക്ഷെ ഇപ്പൊ അച്ചൂമ്മൻ അങ്ങനെ സ്ക്രീനിലില്ല. മറിയ ഉമ്മനാണ്. മറിയ ഉമ്മൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അങ്ങ് മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ്. താങ്കളുടെ വിദ്യാർത്ഥിനിയായിരുന്നു. രാഷ്ട്രീയം സംസാരിക്കുന്നത് രാഷ്ട്രീയം അവിടെ പറ്റില്ല, നിങ്ങളുടെ സ്കൂളിൽ പറ്റില്ലല്ലോ. രാഷ്ട്രീയം അല്ല, സ്കൂളിൽ പറ്റാത്തതുണ്ടല്ല. രാഷ്ട്രീയം പിന്നീടും പറയും, എനിക്ക് രാഷ്ട്രീയം ഒന്നും അറിയത്തില്ല സാറേ. പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്ക് രാഷ്ട്രീയം, എനിക്ക് എന്നെ അത് ആ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറയും. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിക്കണം. കാരണം ഉമ്മൻചാണ്ടി എന്നുള്ളത് ജനം മറന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വികാരം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ തണലിലാണ് തീർച്ചയായിട്ടും. അപ്പൊ അത് വോട്ടാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇപ്പൊ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന് ഈ ഭൂരിപക്ഷം കിട്ടിയത് എന്താണ്? ചാണ്ടി ഉമ്മന്റെ എന്തെങ്കിലും കഴിവുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ആ പേരിലല്ലേ നമ്മള് ഏവരും അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യമല്ലേ. തിരുവനന്തപുരത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വിലാപയാത്രയായി പോകുമ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ അല്ലേ? തീർച്ചയായിട്ടും അതിപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ അനുകൂലമായിട്ട് മാറുകയാണ് മറിയ ഉമ്മനും. അതുകൊണ്ടാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അവിടെ വിജയകുമാറിനെ മത്സരിപ്പിച്ചു. അയ്യപ്പ സേവാ സംഘം സെക്രട്ടറി വിജയകുമാർ. പിന്നീട് ഇത്തവണ മത്സരിപ്പിക്കാൻ പോകുന്നത് വിജയകുമാറിന്റെ മകൾ ജ്യോതി വിജയകുമാറിനെ ആയിരിക്കും UDF-ന്റെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ജ്യോതി വിജയകുമാർ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പ്രസംഗത്തിന്റെ പരിഭാഷകയാണ്. സിവിൽ സർവീസിന് ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പം ദൂരദർശനിലെ ഒരു അവതാരകയാണ്, സമർത്ഥയാണ്. പക്ഷെ ആ പേരുകളൊന്നും ഇപ്പൊ IT-യിൽ ജോലിയും ചെയ്തുകൊണ്ടാണ് ഈ അവതാരക. അപ്പം ആ പേരുകളൊന്നും ഇപ്പൊ ചിത്രത്തില് ഇല്ല. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നത് മറിയ ഉമ്മനാണ്. അപ്പം എന്തായാലും സജി ചെറിയാന് ഇവർ രണ്ടുപേരും വെല്ലാൻ പ്രാപ്തരാണോ എന്നുള്ളതാണ്. കാരണം സജി ചെറിയാൻ വെച്ച് നോക്കുമ്പം ഇവർ രണ്ടുപേരും ഒരേ പ്രായക്കാരായിരിക്കും, ഈ സന്ദീപ് വാചസ്പതിയും മറിയ ഉമ്മനും. അപ്പൊ ഈ ക്രൈസ്തവ വോട്ടുകൾ ഏത് തരത്തിൽ പോകും? സജി ചെറിയാനും മറിയ ഉമ്മനും. അതെ, മറിയ ഉമ്മൻ എന്ന് കഴിഞ്ഞാൽ സഞ്ജീത് വാചസ്പതി കയറിപ്പോവും, വാക്ക് ഓവർ ലഭിക്കും. അതാണ് പല മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ സ്ഥിതി. അത് അത് ഉറപ്പാണ്. ചെങ്ങന്നൂർ ഇപ്പോൾ അവരുടെ ഒരു പ്രബല മണ്ഡലമായിട്ട് വരികയാണ്. ഇടത്താവളം എന്നതുകൊണ്ട് മാത്രമല്ല, ചെങ്ങന്നൂരിലെ ക്രിസ്ത്യാനികളും BJP-യെ പിന്തുണയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 4 സീറ്റ് അവർക്ക് കിട്ടിയത്. അത്ര മോശമൊന്നും അല്ല BJP എന്നൊരു ബോധ്യം മൊത്തത്തിൽ മധ്യ തിരുവിതാംകൂറിൽ 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ജനത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇത്രയൊന്നും പേടിക്കാനതില്ല, ചുമ്മാ പറഞ്ഞു പേടിപ്പിക്കുക അവരെ. മറ്റു മതക്കാരെല്ലാം ഓക്കെ ബ്രാഹ്മണിക്കൽ ഹേഗമണിസം, ഇതിലൊന്നും ഒരു കുന്തവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പം നോക്കൂ, തിരുവല്ലയിൽ മത്സരിക്കാൻ പോകുന്ന ആരാ? NDAക്ക് വേണ്ടിയിട്ട് നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയാണ്. ആരാ? അനിൽ ആന്റണി ആരാ? ഒരു ഒന്നാന്തരം ക്രിസ്ത്യാനിയല്ലേ. ഷോൺ ജോർജ് ആരാ? ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു എന്താ പറയുന്ന അസ്പൃശ്യത BJP-യിൽ അതായിരുന്നല്ലോ. തൊട്ടുകൂടായ്മയായിരുന്നു BJP-യുടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ 2020 പാർട്ടിയുടെ ആൾ വന്നിരിക്കുന്നത് അയാൾ ബ്രാഹ്മണന ഒന്നുമല്ലല്ലോ. അപ്പൊ അസ്പൃശ്യത മാറിക്കഴിഞ്ഞു. കാന്തപുരം മോദിയെ കണ്ടില്ലേ? അതെ, ഇനി BJP-യുടെ വിജയം അവരുടെ പ്രവർത്തകരുടെ കർമ്മശേഷി ആസ്പദമാക്കിയിരിക്കുന്നു. വേണ്ട കാർഡുകൾ കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മതവർഗീയത വർദ്ധിപ്പിക്കുന്ന കാർഡല്ലാതെ ഇപ്പൊ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, അത് ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിൽ വരണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മതത്തിനും എതിർപ്പുണ്ടാവില്ല. ആ അജണ്ട വേണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണം ഹിന്ദുക്കൾക്ക് വേണം.
മറ്റവർക്ക് ഒരു തർക്കവും ഉണ്ടാകാൻ പാടില്ല. ഹിന്ദു മതം എന്ന് പറയുന്ന എല്ലാ ജാതിക്കാരും ഉൾപ്പെടുന്ന ഭരണസമിതികൾ ഇത് നടത്തുക എന്നുള്ള ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ വോട്ടുകൾ നേടിക്കൊടുക്കും, വൻതോതിൽ വോട്ടുകൾ നേടിക്കൊടുക്കും. പക്ഷേ അതൊന്നും ആ കാർഡുകളൊന്നും കളിക്കാൻ BJPക്ക് അറിയില്ല എന്നുള്ളതാണ്. വികസനം നല്ല കാർഡ് തന്നെയാണ്, പക്ഷേ അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ക്ഷേത്രങ്ങൾ ഇങ്ങനെ വിശ്വാസമില്ലാത്തവരുടെ കയ്യിൽ ഉരുതിക്കളമായിട്ട് മാറരുതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മോശമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മോശമല്ല, ശബരിമലയും മോശമല്ല, ഗുരുവായൂരും ഒരുപാട് കൊള്ളരുതായ്മകളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം വരണമെന്നുള്ള ഒരു കാര്യത്തിൽ ഈ ഒരു അജണ്ട ഇതുവരെ BJP കൊണ്ടുവന്നിട്ടില്ല. ഇനിയിപ്പോൾ കൊണ്ടുവരാൻ സമയമുണ്ടെന്നും തോന്നുന്നില്ല. അതൊരു പ്രശ്നമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.